അദാനി വിവാദത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കും. അടിയന്തര പ്രമേയത്തിന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ നോട്ടീസ് നൽകും. അതേസമയം പാർലമെന്റിന് പുറത്തേക്ക് കൂടി പ്രതിഷേധം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, 2 ദിവസങ്ങൾക്ക് ശേഷം സഭ ഇന്നും തുടരുകയാണ്. അദാനി വിവാദത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കും. എന്തൊക്കെയാണ് വാർത്തയുടെ പുതിയ വിവരങ്ങൾ? ആതിര, സഭ ആരംഭിച്ച് 3-ാം ദിവസവും, അതായത് 2 ദിവസം സഭ തുടങ്ങി ബജറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സെഷനിൽ സഭ ആരംഭിച്ച് 2 ദിവസവും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് പാർലമെന്റ് ഇരുസഭകളിലും ഉണ്ടായത്. ഇതേ തുടർന്ന് സഭാ നടപടികളെല്ലാം നിർത്തി വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. സഭ പിരിയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. തുടർന്ന് 2 ദിവസത്തെ ഇടവേള വരുന്നു. ഇന്ന് വീണ്ടും സഭ ചേരുമ്പോൾ ഈ അദാനി വിഷയം തന്നെ സഭയെ പ്രക്ഷുബ്ധമാക്കാനാണ് സാധ്യത. അതേസമയം പ്രതിപക്ഷം ഈ പ്രതിഷേധങ്ങളെല്ലാം തന്നെ സഭയ്ക്ക് പുറത്തേക്കും കൂടെ വ്യാപിപ്പിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. 9 മണിക്ക് കോൺഗ്രസ് പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ പ്രതിഷേധിക്കും. പ്രധാനമായിട്ടും പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം തന്നെ ആവശ്യം ഈ അദാനി വിഷയം, അദാനിക്കെതിരായ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിൽ സഭയ്ക്ക് ഉള്ളിൽ ചർച്ച വേണമെന്നും അതോടൊപ്പം തന്നെ സംയുക്ത പാർലമെന്ററി കാര്യ സമിതിയോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം വേണം എന്നുമാണ് ഈ പ്രതിപക്ഷ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം ഉന്നയിച്ചാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ സഭയ്ക്കകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ആവശ്യങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗവുമായിട്ട് ഇന്ന് അതിന്റെ നന്ദിപ്രമേയ ചർച്ചയും നടക്കേണ്ടതുണ്ട്. അതുമായി പ്രതിപക്ഷം സഹകരിച്ചേക്കുമെന്ന ഒരു വാർത്തയും വരുന്നുണ്ട്. ഈ ഉണ്ടെങ്കിൽ പോലും ഈ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം അതിന്റെ നന്ദിപ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷം സഹകരിച്ചേക്കുമെന്നും പറയുന്നുണ്ട്. തുടർച്ചയായ 2 ദിവസത്തെ പ്രതിഷേധങ്ങൾക്ക് ശേഷം ഇന്ന് വീണ്ടും സഭ ചേരുമ്പോൾ വീണ്ടും അദാനി വിഷയം സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കാനാണ് സാധ്യത. വ്യക്തമാണ് ഉണ്ണികൃഷ്ണൻ. അദാനി വിവാദത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കും. അടിയന്തര പ്രമേയത്തിന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ നോട്ടീസ് നൽകും. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും ഉണ്ണികൃഷ്ണൻ.